എരുമേലിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സ്ഥാപിക്കാനിരുന്ന വാപുരസ്വാമി ക്ഷേത്രം എന്ന പേരുള്ളൊരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഹൈക്കോടതി തടഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചില്ല എന്ന് മനസ്സിലാക്കിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്കിപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത് ഹൈക്കോടതി. ഈ സ്റ്റേ ഓർഡറിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അവിടെ വലിയ വിവാദവും വലിയ വിമർശനവുമൊക്കെ വിളിച്ചു വരുത്തിയതാണ്. ശബരിമലയിലെ വാവരസ്വാമിക്ക് ബദലായി വാപുരസ്വാമി എന്നൊരു പുതിയ സങ്കല്പം കൊണ്ടുവരികയും വാപുരസ്വാമിക്ക് വേണ്ടിയൊരു ക്ഷേത്രം പണിയുകയും ചെയ്യുന്നതിനെതിരെ വലിയ എതിർപ്പ് പല കോണുകളിലായി അവിടെ ഉയർന്നിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘപരിവാർ സംഘടനകളാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന് പിറകിൽ എന്ന ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ VHP പ്രാഥമികമായി ഇന്നിപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും എന്തിനാണ് ഇങ്ങനെ ഒരു ഈ ഹിന്ദു മിത്തോളജിയിലൊന്നും കാണാത്ത തരത്തിൽ എവിടെയും ഇല്ലാത്തൊരു പുതിയ സങ്കല്പത്തെ കൊണ്ടുവരുന്നത് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയോടൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി അത് സാങ്കേതികമാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരു പുതിയ സങ്കല്പം, അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഹൈക്കോടതിയുടെ വിധിയിൽ ഹൈക്കോടതിയിലെ വന്ന ഹർജി അവിടെ പഞ്ചായത്ത് ചട്ടങ്ങൾ പാലിക്കാതെ പഞ്ചായത്തിന് അനുമതിയില്ലാതെ ഒരു ക്ഷേത്രം പണിയുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിപ്പോൾ തൽക്കാലം തടഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊരു ഗ്രാൻഡ് പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അതായത് വാവർ എന്ന് പറയുന്ന ഒരു ഐതിഹ്യ കഥാപാത്രം, അയാൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നും ആർക്കും അറിയില്ല, ഒരു ഫോക്ലോർ കഥാപാത്രമാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ വണങ്ങേണ്ടതില്ല എന്ന് സംഘപരിവാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു കെട്ടുകഥയാണ്, അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു ആദ്യത്തെ ഒരു വാദം. പിന്നീട് ഈ വാവർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് പകരം വാപുരൻ എന്ന് പറയുന്ന ശിവൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട മറ്റൊരാളുണ്ട്. അതാണ് പിന്നീട് വാവരായി മാറിയത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻ്റർപ്രിട്ടേഷനൊക്കെ വരിക. അതിന് ഒരു എന്താണ് പറയുക, വേദങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും പറയപ്പെടാത്ത ഒരു കഥയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ മുത്തശ്ശൻ്റെ കാലത്തൊരു പുസ്തകം കിട്ടി, ആ പുസ്തകത്തിൽ വാപുരനെ പറ്റി പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് നടത്തുക. അപ്പോൾ കഴിഞ്ഞ വർഷം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രശ്നം വെച്ചു. ആ പ്രശ്നത്തിൽ ഈ വാവരന് പകരം വാപുരൻ്റെ ഒരു ക്ഷേത്രം എരുമേലിയിൽ പണിയണം എന്ന് അവർ കണ്ടെത്തുകയും അത് തീരുമാനിക്കുകയും അങ്ങനെ തുടങ്ങിയ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ 40 സെൻറ്റ് സ്ഥലത്ത് തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണമാണ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാവര് ഒരു വിവാദ കഥാപാത്രമായിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ചും 2019 ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷമാണ് ഈ വാവർക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ആ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ സംഘപരിവാർ ഏറ്റെടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് വാവർ വിരുദ്ധ ക്യാമ്പയിൻ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവുമായി യോജിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി അല്ല, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തീർത്ഥാടന കേന്ദ്രം സംഘപരിവാറിൻ്റെ ഐഡിയോളജിയുമായിട്ടോ സംഘപരിവാറിൻ്റെ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുമായിട്ട് ഒട്ടും യോജിക്കുന്നതേ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ശബരിമല പോലെ സെക്യുലറായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം വേറെ ഉണ്ടാവില്ല. സെക്യുലർ ഇൻ ദ സെൻസ്, ഒന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ശബരിമലയിൽ എല്ലാ ജാതി മതസ്ഥരും പോകുന്ന ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. മറ്റൊന്ന്, ഈ കേരളത്തിൻ്റെ ഒരു സെക്യുലർ പൊളിറ്റിയെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ OBC ജനവിഭാഗങ്ങൾ, അക്രോസ് ഓൾ റിലീജിയൻസ് ആൻഡ് കാസ്റ്റ്, OBC ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നൊരു സാഹോദര്യമാണ് നമ്മൾ കേരളത്തെപ്പറ്റി മേനി നടിക്കുന്ന ഈ മതസൗഹാർദ്ദമെന്നും സാഹോദര്യമെന്നും ഹാർമണി, കമ്മ്യൂണൽ ഹാർമണി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം OBC ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹോദര്യമാണ്. ആ സാഹോദര്യത്തെയാണ് നമ്മൾ മൊത്തത്തിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു സാഹോദര്യമായിട്ട് മേനി നടിക്കുന്നത്. ഞാൻ ഈ OBC എന്ന് പ്രത്യേകം പറയാൻ കാരണം ഈ OBC ജനവിഭാഗങ്ങൾക്കിടയിലുള്ള സാഹോദര്യം അതിന് താഴേക്കില്ല കേട്ടോ. ദളിതുകളോട് അവർ ആ അർത്ഥത്തിലുള്ളൊരു സാഹോദര്യം പുറത്തുനിന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ OBC ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ശബരിമല. അപ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരായി പോകുന്നതിൽ ബഹുഭൂരിഭാഗവും OBC കാസ്റ്റിൽപ്പെട്ട ആളുകളായിരിക്കും. കുറച്ചൊക്കെ ആളുകൾ മറ്റ് മതങ്ങളിൽ നിന്നും ഈ അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾ കുറച്ച് പേരും പോകുന്നുണ്ടാവും. അങ്ങനെ ധാരാളം പേര് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എന്താണ് പറയുക, ഈ പിൽഗ്രിമേജ് സർക്യൂട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് വാവറുടെ പള്ളി വരുന്നു. അപ്പോൾ ഈ വാവരുടേത് പള്ളിയല്ല, അവിടെ പണ്ട് വാപുരൻ്റെ ക്ഷേത്രമായിരുന്നു. അപ്പോൾ വാപുരൻ്റെ പിൻതലമുറക്കാരിൽ ആരോ മുസ്ലിമായി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു.
അതിനുശേഷം അവർക്ക് കിട്ടിയതാണ് ആ വാവൂരിൻ്റെ ക്ഷേത്രാവകാശം, അവരത് പള്ളിയാക്കി മാറ്റി എന്നാണ് ഇപ്പോഴത്തെ സംഘപരിവാറിൻ്റെ നറേറ്റീവ്. ഒരു തരത്തിലുള്ള ചരിത്രപരമായ വസ്തുതയൊന്നുമില്ലാത്ത വെറുതെ അങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ വാവൂർ പള്ളി മാത്രമല്ല പറയുന്നത്, അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശത്തുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഒരു ഷ്രൈനാണ്. ഈ മൂന്ന് ഇടങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഒരാളുടെ ശബരിമല തീർത്ഥാടന കാലയളവ് പൂർത്തിയാവുന്നത്. അതായത് ശബരിമലയിൽ നിന്ന് മടങ്ങുന്നവർ അർത്തുങ്കൽ കൂടി സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അർത്തുങ്കൽ പള്ളിയെ പറ്റി ഞാൻ പറയാൻ കാരണം അത് ലത്തീൻ കത്തോലിക്കരുടെ ഒരു ദേവാലയമാണ്, ലത്തീൻ കത്തോലിക്കരുടെ ഒരു OBC വിഭാഗമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയും അങ്ങനെ ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് ഒരുമിച്ച് ഒരു ഒറ്റ സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു 3 പിൽഗ്രിമേജ് സെൻറ്റർ കാണാൻ കഴിയും? ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്. അപ്പോൾ അത് നിലനിൽക്കുക എന്നുള്ളത് സംഘപരിവാറിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിന് ഒട്ടും അനുയോജ്യമല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സങ്കല്പം തന്നെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത് അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാൻ തന്നെ തടസ്സമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് ഗണ്യമായ വോട്ടില്ലാത്തത്. ആ ഒരു വോട്ട് ബാങ്കിലേക്ക് അവർക്ക് കടന്നു കയറാൻ കഴിയാത്തത് അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെ പൊളിച്ചെഴുതണം. ആ ഒരു ചരിത്രം ഐതിഹ്യമാണെങ്കിൽ പോലും ഐതിഹ്യത്തെ തിരുത്തി എഴുതണം എന്നുള്ളതാണ് അവർ കാണുന്നൊരു കാര്യം. അവർക്ക് മുമ്പിലുള്ള അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ അയ്യപ്പൻ എന്ന് പറയുന്നൊരു വേദിക് ക്യാരക്ടറല്ല, വേദങ്ങളിൽ ഉള്ളൊരു ക്യാരക്ടറല്ല, പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ഹരിഹരസുതൻ എന്നുള്ള അർത്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അയ്യപ്പൻ ഒരു വേദിക് ക്യാരക്ടർ അല്ലാതിരിക്കെ തന്നെ അതിനെ എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു അവരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. അപ്പോൾ ലോർഡ് അയ്യപ്പനെ പറ്റിയുള്ള ഏറ്റവും ചരിത്രപരമായ വിശകലനങ്ങളിൽ വരുന്നത് അതൊരു ട്രൈബൽ ദൈവമാണ് എന്നുള്ളതാണ്. ഏറ്റവും സ്വീകാര്യമായ ഒരു ചരിത്രാഖ്യാനം എന്ന് പറയുന്നത് ഐതിഹ്യമായിരിക്കെ തന്നെ ഒരു ചരിത്രാഖ്യാനം ട്രൈബൽ ദൈവമാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു? പിന്നീട് അതൊരു ഹിന്ദു ദേവനായി മാറുന്നതാണ്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. മറ്റൊരു എതിരഭിപ്രായം അതൊരു ബുദ്ധ ഷ്രൈനാണ്, ഒരു ബുദ്ധ തീർത്ഥാടന കേന്ദ്രമാണെന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ അതിന് ചരിത്രപരമായ പിൻബലമൊന്നുമില്ല. ഇതാണ് ഇതിനെക്കുറിച്ചുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇനി ആ ഐതിഹ്യം തിരുത്തി എഴുതണമെങ്കിൽ അവർക്ക് ചരിത്രപരമായോ അല്ലെങ്കിൽ വൈദികമായോ ഉള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവരുടെ മുമ്പിലെ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ഐതിഹ്യം നിർമ്മിക്കുകയാണ്. ചരിത്രം പുനർനിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഐതിഹ്യം പുനർനിർമ്മിക്കുകയാണ്. അത് ഇപ്പോൾ ഹൈക്കോടതി വിധി കൊണ്ട് അതിന് തടസ്സമിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് നിർമ്മിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ല എന്ന് കരുതി ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അവരൊരു ക്ഷേത്രം നിർമ്മിക്കും, ആ ക്ഷേത്രത്തിൽ വാവൂരിനെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് എന്തു ചെയ്യും? ഈ വാവറിൻ്റെ നടയിലേക്ക് പോകുന്ന ആളുകളെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും. ആ ഡൈവേർട്ട് ചെയ്ത് പോകത്തക്ക വിധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരതിന് അനുസൃതമായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അങ്ങോട്ട് തീർത്ഥാടകരെ കൊണ്ടുവരും. ഒരു 100-100 വർഷം കഴിയുമ്പോൾ വാവർ വിസ്മൃതിയിലാവുകയും വാപുരനാണ് എന്നുള്ളത് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വാവർ സ്വാമി നിലനിൽക്കണം, വാവർ സ്വാമിയും അർത്തുങ്കൽ ക്ഷേത്രവും നിലനിൽക്കണം ശബരിമലയോടൊപ്പം എന്ന് വിശ്വസിക്കുന്ന കുറേ അധികം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവർക്കാണ് ഒരുപക്ഷെ ഇപ്പോൾ ഭൂരിപക്ഷം. നിലവിൽ അത് ആ ബോധമണ്ഡലത്തിൽ നിന്ന് ശബരിമല തീർത്ഥാടകരുടെ ബോധമണ്ഡലത്തിൽ നിന്ന് മാച്ച് കളയാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശബരിമല ഭക്തൻ തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്, ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുള്ളത്, അതിനുവേണ്ടി നിൽക്കുന്നത്. പക്ഷേ നിലവിൽ സംഘപരിവാറിൻ്റെ ഒരു പ്രവർത്തന രീതി വെച്ചിട്ട് ഒരു 10-100 വർഷത്തിനുള്ളിൽ വാവറിനെ വിസ്മൃതിയിലാക്കാനും വാവറിനെ സ്ഥാപിക്കാൻ അവർക്ക് കഴിയും. കാരണം ബാബരി മസ്ജിദ് തർക്കം എത്രയോ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അത് എങ്ങനെയാണ് മാറ്റിയെടുത്ത് നമുക്കറിയാം. അത് അങ്ങനെ ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റായിട്ട് അവർ മുന്നിൽ വയ്ക്കുകയും അതിനുവേണ്ട പ്രചാര വേലകൾ നിരന്തരം ചെയ്തുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഇതാണ്, കേരളത്തിന് മാത്രം ഒരു കൾച്ചറാണ്, കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറാണ് ഈ ഒരു മതപരമായ സാഹോദര്യം എന്ന് പറയുന്നത്. അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹോദര്യമുണ്ട്, ആ സാഹോദര്യം ഇല്ലാതാവുക എന്നുള്ളതാണ് അർത്ഥം. അതിന് നമ്മൾ എത്രമാത്രം കീഴ്പ്പെടും, ആ ഒരു പ്രചാരവിലയ്ക്ക് മലയാളികൾ എത്രമാത്രം കീഴ്പ്പെടും എന്നുള്ളത് കാത്തിരുന്ന് കാണുന്നതാണ്. നമ്മളൊക്കെ ആ സമയത്ത് ഉണ്ടാവുകയുമില്ല. സാഹിബ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഐതിഹ്യത്തിൻ്റെ തന്നെ അപനിർമ്മിതിയാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഈ പ്രൊജക്റ്റ് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബാബരി മസ്ജിദിലും മറ്റുമൊക്കെ. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ശബരിമലയിൽ എത്ര കണ്ട് അവർക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്? ഇതിൻ്റെ ഒരു സാധ്യത അവരുടെ ഒരു കണ്ണിൽ എത്രത്തോളമാണ്? ഈ വാപുരസ്വാമി ഇത് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ സംഗതി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സിനിമാ സംവിധായകൻ വിജി തമ്പി എത്തിയത് മുതലാണ് ഈ ഒരു സംഗതി വളരെ സജീവമായിട്ട്
അവരുടെ ഭാഗത്ത് നിന്ന് ഉയർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവർ പള്ളി എന്ന് പറയുന്ന എരുമേലിയിലെ വാവർ പള്ളി ഉണ്ടല്ലോ, അത് വാവർ പള്ളിയല്ല. ഒന്നാമത് വാവർ പള്ളിയല്ല. വാവർ എന്ന് പറഞ്ഞൊരു ഒരു സംഗതി ശ്രീ അയ്യപ്പൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ സംഗതിയേ ഇല്ല. പിന്നെ അതേപോലെ ഇത് മണ്ഡലകാലത്ത് അവിടെ നടക്കുന്ന പേട്ടതുള്ളൽ, പിന്നെ ഈ പള്ളിയിൽ നിന്ന് ഭസ്മം സ്വീകരിക്കുക, ഈ ആചാരങ്ങൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അത് ആവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ വിജി തമ്പി ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ നിന്ന് ഇവർ ഭസ്മം സ്വീകരിക്കുമ്പോൾ ആ ഭസ്മം നൽകുന്ന ആളുകൾ അവർ വ്രതാനുഷ്ഠിച്ച ആളുകളാണ്, അവർ മാംസാഹാരം കഴിക്കുന്ന ആളുകളല്ലേ. അവരിൽ നിന്ന് എങ്ങനെയാണ് ഇവർ അയ്യപ്പ ഭക്തർ ഭസ്മം സ്വീകരിക്കുക? ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തോളമായി ഈ സംഗതി സജീവമായിട്ട്. നേരത്തെ ഉണ്ട്, പക്ഷേ ഇത് സജീവമായൊരു പ്രചാരണ വിഷയമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം മുമ്പാണ് ഇവിടെ എരുമേലിയിൽ ഈ പുതിയ വാപുര ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രാചാര്യനൊന്നുമല്ല, സുരേഷ് ഗോപിയാണ് അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പ്രശ്നം വെച്ചതാണ് ആ പരിപാടിയാണ് സുരേഷ് ഗോപി. എന്തോ ഒരു പരിപാടി, എന്താ എനിക്ക് എത്ര ഓർമ്മയില്ല. എന്ന് പറഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിലുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വസ്തു മേടിച്ചിട്ടുണ്ട്. അവിടെ മുമ്പ് എരുമേലിയിൽ പഴയൊരു തിയേറ്റർ നിന്നിരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഓർമ്മ. പുത്തൻ വീടിനടുത്ത് തന്നെയുള്ള വെച്ചാൽ വാവരുടെ അയ്യപ്പൻ്റെ വാള് സൂക്ഷിച്ചൊരു വീടുണ്ട് അവിടെ. ആ വീട്ടിനടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമുണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു വിധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ വിധിപ്പകർപ്പ് വന്നിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ ചട്ടവും സംഗതികളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. മറ്റ് വിശദാംശങ്ങളിലേക്ക് കോടതി കടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി വാദം കേൾക്കില്ല. ഇതിപ്പോൾ ഇടക്കാല ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനിയുള്ള കാലത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംഗതിയായിട്ട് ഇത് വരും. ഒരു പക്ഷേ കേരളത്തിലൊരു അയോധ്യയാക്കി എരുമേലിയെ മാറ്റാൻ VHP ആഗ്രഹിക്കുന്നുണ്ടാകാം, അറിയില്ല. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹിഷി നിഗ്രഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അയ്യപ്പന് വേണ്ടിയിട്ട് മഹിഷി നിഗ്രഹം നടത്തിയ ശിവൻ്റെ ഭൂതഗണത്തിൽപ്പെട്ട വാവുരാണ് യഥാർത്ഥത്തിൽ ഈ അയ്യപ്പൻ്റെ കൂട്ടാളി എന്ന് പറയുന്നത്. വാവരല്ല. വാവർ എന്ന് പറഞ്ഞൊരു സംഗതി, ആളെ ഇല്ല, അങ്ങനെ സംഗതിയേ ഇല്ല എന്നുള്ളതാണ് VHPയുടെ വാദം. പക്ഷേ അതേസമയം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും ശക്തമായിട്ട് അതിനുവേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഈ ശബരിമല ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അവർ പറയുന്നത് വെച്ചാൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യ കഥാപാത്രമല്ല, ഒരു ചരിത്ര പുരുഷനാണ്. പന്തളത്തെ മണികണ്ഠൻ ആണ് അയ്യപ്പൻ. അപ്പോൾ മണികണ്ഠൻ്റെ ഉത്തമ സഹചാരിയും സഹായിയുമായിട്ടുള്ള ആളാണ് ആര്? വാവർ എന്ന് പറയുന്നത്. അയ്യപ്പൻ പടയാളിയായി കൂടെ കൂട്ടിയ ആളാണ്. അപ്പോൾ അതിൽ പറഞ്ഞ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മശാസ്ത്ര ക്ഷേത്രമാണല്ലോ. ആ ക്ഷേത്രം നേരത്തെ അവിടെ ഉണ്ട്. എന്താണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ഒരു കൂട്ടരുടെ കയ്യിലായിരുന്നു അത്. അവരിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ശ്രീ അയ്യപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രയത്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദയനൻ എന്ന് പറയുന്ന മറുവകപ്പടയുടെ ആളായുള്ള ഉദയനൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ അയ്യപ്പനെ സഹായിച്ച ആളാണ് ആര്? വാവർ. അപ്പോൾ അതിനോടുള്ള വാവർ മാത്രമല്ല, അയ്യപ്പന് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് ചിരപ്പഞ്ചിറയിൽ അഡ്മിഷൻ മേടിച്ച് കൊടുത്താണ് നേരത്തെ അജിംസ് പറഞ്ഞ വെളുത്ത, അർത്തുങ്കൽ പള്ളിയിലെ വെളുത്ത എന്ന് പറഞ്ഞാൽ ഇടം വലം ക്രിസ്ത്യൻ മുസ്ലിം സഹകാരികളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ആര്? അയ്യപ്പൻ. അത് ആ ഒരു സംഗതി നമ്മൾ പരിപാലിക്കണം. അത് നേരത്തെ അജിംസ് പറഞ്ഞ കേരളത്തിൻ്റെ ഒരു സാമൂഹിക മതസൗഹാർദ്ദം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, സാമൂഹിക സമരസത എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, അതിനെ പ്രോജ്വലിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട 3 ബിംബങ്ങളാണ് വെളുത്തയും അയ്യപ്പനും വാവരും. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ പ്രഘോഷിക്കുകയാണ് വേണ്ടത്, കൂടുതൽ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അതിനെ മായ്ച്ചു കളയുകയല്ല. അപ്പോൾ സംഘപരിവാർ എന്തിനാണത് മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവർക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. വാവരോടൊപ്പം നിന്ന് പോരാടിയ, വെളുത്തയോടൊപ്പം നിന്ന, വെളുത്തയുടെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി, കളരി അഭ്യസിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായ വെളുത്തയുടെ സഹായം തേടി അയ്യപ്പൻ, പോരാട്ടത്തിന് വാവരുടെ സഹായം തേടി അയ്യപ്പൻ, അത് ഒരു സംഘപരിവാർ നരറ്റീവിന് ചേരുന്നൊരു അയ്യപ്പനല്ല.
അപ്പോൾ അത് മാറ്റണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു സാമാന്യ ഹിന്ദുവെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ ഇതാണ്, വാവരോടൊപ്പവും വെളുത്തയോടൊപ്പവും ഉണ്ടായിരുന്ന ഒരു ഹിന്ദുവാണ്. ആ നിലക്ക് തന്നെ അയ്യപ്പനെ കാണും. അതുകൊണ്ട് വാവരോടുള്ള ആദരവിൻ്റെ സൂചകമായിട്ടാണ് എന്ത് ഇവിടെ പ്രദക്ഷിണം വെക്കുന്നത്. ഈ എരുമേലിയിലെ പള്ളി പ്രദക്ഷിണം വെക്കുന്നുണ്ട്. പ്രദക്ഷിണം നടയുണ്ട് കേട്ടോ അവിടെ. ആ പള്ളിക്ക് കേരളത്തിൽ ഒരു പള്ളിക്കും അങ്ങനെ ഉണ്ടാവില്ല. ഈ അയ്യപ്പന്മാർ വന്നിട്ട് ആ ദിവസങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നു, തേങ്ങ ഉടക്കുന്നു, അവിടുന്ന് തുള്ളുന്നു. പേട്ടതുള്ളൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു മഹത്തായ പാരമ്പര്യം. ആ പാരമ്പര്യം സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിനൊക്കെ ചരിത്രപരമായ തെളിവുകളുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പം എന്താണ് PR രാമരാജവർമ്മ അദ്ദേഹം രചിച്ച ശബരിമല അയ്യപ്പ ശബരിമല ക്ഷേത്ര ചരിത്രമുണ്ട്. അതേമാതിരി ഒരു ബ്രിട്ടീഷ് ഡോക്യുമെൻ്റ്, ഇങ്ങനെയുള്ള ചില ഡോക്യുമെൻറ്റുകളിൽ ഈ ഡോക്യുമെൻറ്റുകളൊക്കെയാണ് ഈ സുപ്രീം കോടതിയിൽ ഈ സ്ത്രീ പ്രവേശന വിരുദ്ധ പക്ഷം സമർപ്പിച്ചത്. അതിലൊക്കെ വാവറിൻ്റെ റെഫറൻസ് ഉണ്ട്. നിരവധി പുസ്തകങ്ങൾ വാവറിൻ്റെ റെഫറൻസ് ഉണ്ട്. റെഫറൻസ് ഇല്ലാതെയല്ല. പക്ഷേ അതേസമയം തന്നെ പല കഥകളുണ്ട്. ഇത് ഒരു അറബിയായിരുന്നു. ഈ പുറക്കാട്, ആലപ്പുഴയിലെ പുറക്കാട്ട് കടലിൽ വെച്ച് അയ്യപ്പനായിട്ട് ഏറ്റുമുട്ടി, അങ്ങനെ കുറേ കാലം ഏറ്റുമുട്ടി, ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. അവർ രണ്ടുപേരും പരസ്പരം ആ വ്യക്തിത്വത്തിൽ ആകർഷകരായി സുഹൃത്തുക്കളെ എന്ന് പറയുന്ന കഥയുണ്ട്. അതല്ല, കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ജനിച്ച ഒരു സൂഫി ആയിരുന്നു, ഒരു ആയുർവേദ പണ്ഡിറ്റായിരുന്നു, അങ്ങനെയുള്ള കഥയുണ്ട്. അമ്മയുടെ പേര് പാത്തുമ്മ എന്നാണ്, അച്ഛൻ്റെ പേര് അലി എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പല സ്വഭാവത്തിലുള്ള റെഫറൻസുകൾ പല പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു ലാർജർ ഡിബേറ്റാണ്. ഇനി ആ ഒരു അജിംസ് പറഞ്ഞ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? മതസൗഹാർദ്ദത്തിൻ്റെ, മതാതീതമായ സൗഹൃദത്തിൻ്റെ, മതാന്തര സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടുള്ള 3 ബിംബങ്ങൾ. ഇതാണ് അയ്യപ്പനും വാവരും വെളുത്തയും. അത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു 3 ബിംബങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഇല്ലാതാക്കാൻ VHP ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവരങ്ങനെ ആഗ്രഹിക്കും. അവരുടെ ഒരു ഡിസൈൻ അങ്ങനെയാണ്. പക്ഷേ ശബരിമല ക്ഷേത്രം പറഞ്ഞാൽ കേരളത്തിലാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്, ഒരു സ്പിരിച്വൽ ഡെസ്റ്റിനേഷനാണ്. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു വേവാത്ത ചേന കഷ്ണമാണ് ശരിക്കും. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമുണ്ടല്ലോ. അപ്പോൾ RSSൻ്റെ കേരളത്തിലെ ഏറ്റവും സമാരാധ്യനായ ഇൻ്റലക്ച്വൽ ബുദ്ധിജീവി എന്ന് നിസ്സംശയം പറയാവുന്ന ആളാണ് രംഗഹരി, R. ഹരി. ഈ R. ഹരിയുടെ പുസ്തകമുണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞിട്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിർബന്ധമായും വേണമെന്നാണ് അദ്ദേഹം അതിൽ വാദിക്കുന്നത്. ആലോചിച്ച് നോക്ക്, രംഗഹരിയുടെ വളരെ സുചിന്തിതമായ നിലപാടെന്താണ്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നാണ്. RSSൻ്റെ ഐഡിയോളോഗാണ്. R.V. ബാബു ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണല്ലോ. R.V. ബാബു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് വാദിച്ച ആളാണ്. BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ചെയർമാൻ കൺവീനറായിരുന്നു TG മോഹൻദാസ്. അദ്ദേഹം അതിനുവേണ്ടി വാദിച്ച ആളാണ്. അപ്പോൾ RSSൻ്റെ താല്പര്യം എന്താണ്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്നുള്ളതാണ്. പക്ഷേ ഇതേ ആളുകൾ ഇത് സുപ്രീം കോടതി വിധി വന്നിട്ട് ആദ്യത്തെ ദിവസം അതിനെ പിന്തുണയ്ക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ എനിക്കൊന്ന് 3ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. 3ാമത്തെ ദിവസം അതിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. സുവർണാവസരമാണെന്ന് പറഞ്ഞിട്ട്, ഇതൊരു സുവർണാവസരമാണെന്ന് കണ്ടിട്ട് എന്തുമാത്രം പാരഡോക്സിക്കായൊരു നിലപാടാണത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ശബരിമലയെക്കുറിച്ചിട്ടുള്ള ഇവിടുത്തെ കോമൺ ഹിന്ദു നറേറ്റീവ് ഉണ്ടല്ലോ, കോമൺ ഹിന്ദു ബിലീഫ്, അതിൻ്റെ കൂടെ അല്ല RSS. അത് അവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബരിമല ഉപയോഗപ്പെടുത്തുക എന്നാണ് അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ടല്ല, ഒരു അപ്രോച്ചല്ല അവർ ശബരിമലയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. തീർത്തും പൊളിറ്റിക്കലായ അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് വാവർ നടയുടെ, അല്ലെങ്കിൽ ഈ എരുമേലിയിലെ വാവർ പള്ളി മാത്രമല്ല, ശബരിമലയിൽ വാവർ നടയുണ്ട്. അതേക്കുറിച്ച് ഇവരൊന്നും പറയുന്നില്ലല്ലോ. ശബരിമലയിൽ വാവർ നടയുണ്ട്. അവിടെ ഈ ഡിവോട്ടീസ് ഇതാണ് അവർ അർപ്പിക്കുന്നത്. എരുമേലിയിൽ തേങ്ങ ഉടക്കുകയാണെങ്കിൽ വാവർ നടയിൽ കുരുമുളകാണ് അവിടുത്തെ കാണിക്കയായിട്ട് വയ്ക്കുന്നത്. വായ്പൂരുള്ള ഒരു കുടുംബത്തിലേക്കാണ് അത് പോകുന്നത്. ഇതെങ്ങനെ ഈ എരുമേലിയിൽ വാവർ പള്ളിയല്ല എന്ന് പറയുന്ന ആളുകൾ ഈ ശബരിമലയിൽ തന്നെയുള്ള വാവർ നടയെക്കുറിച്ച് എന്താണെന്നും പറയാത്തത്? അവിടെ ആളിരിക്കുന്നുണ്ടല്ലോ, ഈ മണ്ഡലകാലം മുഴുവൻ അവിടെ ആളിരിക്കുന്നുണ്ടല്ലോ.
ഇത് പ്രശ്നം ഇതാണ്, ഇത് എന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ളതോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഗതിയല്ല, ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പരാജയപ്പെടുന്നു, ഇത് വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിജയിക്കുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ പറയുന്ന എരുമേലിയിലെ പള്ളി മുസ്ലിം പള്ളിയാണല്ലോ, സാധാരണ അതിൽ മുസ്ലിം പള്ളിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചത് അവരിതിനെ അതിൽ രണ്ട് ഇതുണ്ട്. പൂർണ്ണമായി ഒരു മുസ്ലിം പക്ഷത്ത് നിന്ന് ഇപ്പം മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റിക്കാരും അയ്യപ്പ ഭക്തർ ഇവിടെ വരണമെന്നും പ്രദക്ഷിണം ചെയ്യണമെന്നും തേങ്ങ കൊടുക്കണമെന്നും പറയുന്നില്ല, അവരതിന് പരസ്യം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നു, അവരാണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അവർ പോകുന്നു. പക്ഷെ അതേസമയം ഈ പറയുന്ന ഒരു മുസ്ലിം തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതൊരു ബഹുദൈവാരാധനയുടെ എലമെൻറ്റുകളുള്ള ഒരു സംഗതിയാണ്. അതിന് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? അത് എന്തിനാണ് നമ്മളതിനു വേണ്ടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പള്ളി കമ്മിറ്റി തന്നെ ഉണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട്. തിയോളജിക്കലായിട്ട് നോക്കുമ്പോൾ ആ ഒരു വശം അതിനുണ്ട് താനും. പക്ഷെ അതേസമയം നമ്മളൊരു സോഷ്യോളജിക്കലായിട്ട് സാമൂഹ്യശാസ്ത്രപരമായിട്ട് ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കരമായ ഈ പറഞ്ഞ മതസൗഹാർദ്ദത്തിൻ്റെ, മതാന്തരമായ സൗഹൃദത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഒരു ആഖ്യാനമാണ്, ഒരു കഥയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ആ നിലക്ക് സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സംഗതി കൂടെയാണ്. ഇത് ഇപ്പോൾ അയോധ്യയുടെ കാര്യത്തിൽ ബാബരി മസ്ജിദ് പൊളിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാൻ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് സംഘാടന എളുപ്പമാവും. പക്ഷെ എരുമേലിയുടെ കാര്യത്തിൽ അങ്ങനെ എന്താണ്, ഇവിടെ പേട്ടതുള്ളൽ നിശ്ചയമായി നടന്നിരിക്കണം, പിന്നെ എന്താണ് ഇവരുടെ തേങ്ങ ഉടക്കലും സംഗതികളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് വാദിക്കാൻ മുസ്ലിം പക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഇനവിറ്റബിൾ എനിമി എന്ന് പറയുന്ന സംഗതി അപ്പുറത്തില്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം അത് ചൂടാവുമെന്നറിയില്ല. പക്ഷേ ഈ ഒരു ആശയം, ഈ വാവർ എന്ന് പറയുന്ന സംഗതി എന്തിനാണ് നമ്മൾ ഈ മുസ്ലിമിൻ്റെ ഒരു മുസ്ലിം ആളെ നമ്മൾ അയ്യപ്പനുമായിട്ട് ചേർത്ത് കിട്ടുന്നതെന്ന് പറയുന്നൊരു സംഗതി ഇവർ ശക്തമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ സർക്കിളിലൂടെ ശക്തമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രവർത്തന രീതി, അവരുടെ ഒരു പ്രചാരണ രീതി വെച്ചിട്ട് അത് പൂർണ്ണമായി പരാജയപ്പെടുമെന്ന് നമ്മൾ കാണേണ്ടതില്ല. ശനിയുള്ള കാലം എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗനായിട്ട് അത് അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ശബരിമല ഒരു ഹിന്ദു സ്പിരിച്വൽ കേന്ദ്രമാണെങ്കിലും ഒരു ഹിന്ദുത്വ കൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് സംഘപരിവാറിൻ്റെ ലൈൻ. അതുകൊണ്ട് ശബരിമലയിലെ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടി പ്രൊജക്റ്റിനെ കാണണം, എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.